സംസ്ഥാനത്തെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ചീഫ് ഇലക്ടറൽ ഓഫീസർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തി. BLOമാർക്ക് ഫോമിൽ എന്തെഴുതണമെന്നതിനെക്കുറിച്ച് അജ്ഞതയുണ്ടെന്നും വേണ്ടത്ര പരിശീലനം നൽകിയിട്ടില്ലെന്നും കോൺഗ്രസ് വിമർശിച്ചു. BLOമാർക്ക് മാനുഷിക പരിഗണന പോലും നൽകാതെ അടിച്ചേൽപ്പിക്കുന്ന രീതിയോട് യോജിക്കാനാകില്ല എന്ന് CPM വ്യക്തമാക്കി. രാഷ്ട്രീയ താൽപര്യം സംരക്ഷിക്കാൻ സർവീസ് സംഘടനകളെ ഉപയോഗിച്ച് SIR അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്ന് BJP ആരോപിച്ചു. BLOമാർക്ക് കണ്ടെത്താനാകാത്ത വോട്ടർമാരുടെ പട്ടിക രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകാമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പ്രതികരിച്ചു. ഞങ്ങൾ പല BLOമാരുമായും സംസാരിച്ചപ്പോൾ എന്യൂമറേഷൻ ഫാറം വിതരണം നടത്തി. കുറേയൊക്കെ അത് തിരികെ ലഭിച്ചപ്പോൾ അതിനകത്ത് ഫസ്റ്റ് പോർഷൻ മാത്രമേ എൻട്രി ചെയ്തിട്ടുള്ളൂ. പലർക്കും ഈ ഫോമിൽ എന്ത് എഴുതണമെന്നതിനെ സംബന്ധിച്ചുള്ള അജ്ഞതയുണ്ട്. മാത്രമല്ല, വളരെ നാമമാത്രമായ അപേക്ഷകൾ മാത്രമാണ് പൂർണ്ണമായും മടക്കി കിട്ടിയത്. ആ മടക്കി കിട്ടിയ അപേക്ഷകൾ BLOയുടെ ആപ്പിൽ അപ്ലോഡ് ചെയ്യാൻ കഴിയുന്നില്ല. സൈറ്റ് ജാമാണ്. അത് സിഇഒയുടെ ശ്രദ്ധയിൽപ്പെട്ടോ എന്ന് സംശയമാണ്. 5ഓളം BLOമാർ ജോലിയിൽ വ്യാപൃതരായിരിക്കെ കുഴഞ്ഞു വീണു. പിന്നെ നൂറുകണക്കിന് BLOമാരുടെ പ്രതികരണങ്ങൾ കാണാൻ സാധിച്ചു. ഒരു ഇളവുമില്ലാതെ ഇത് അടിച്ചേൽപ്പിക്കുന്ന രീതി അല്ലേ, മാനുഷികമായ പരിഗണന പോലും നൽകാതെ ഇത് അടിച്ചേൽപ്പിക്കുന്ന രീതിയോട് ഒരു കാരണവശാലും യോജിക്കാനാവില്ല. ഈ രാഷ്ട്രീയ താൽപര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി സർവീസ് സംഘടനകളെ ഉപയോഗിച്ച് SIR അട്ടിമറിക്കാനുള്ള ശ്രമമാണ്. അതാണ് ഗൗരവമായിട്ട് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു സംഭവത്തിന്റെ പേരിൽ സർവീസ് സംഘടനകളെ രംഗത്തിറക്കി ഈ രീതിയിലുള്ള ഇലക്ഷൻ കമ്മീഷനെതിരെ തിരിക്കുകയും ജനങ്ങളെ ഇലക്ഷൻ കമ്മീഷനെതിരെ തിരിക്കുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല, അത് അപകടകരമായ അവസ്ഥയിലേക്ക് എത്തിക്കും. എല്ലാ എലിജിബിൾ ആയിട്ടുള്ള വോട്ടേഴ്സ് കേരളത്തിലുള്ള എല്ലാവരും നമ്മൾ ലിസ്റ്റിൽ കൊണ്ടുവരും. അത് സാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഓൾറെഡി ഇലക്ഷൻ കമ്മീഷണർ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. സാർ നമ്മൾ ഓൾറെഡി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ സാറുടെ ശ്രദ്ധയിൽ ആരെങ്കിലും ഇങ്ങനെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരുടെ ലിസ്റ്റ് പ്ലീസ് തരണം. അത് നമ്മൾ തീർച്ചയായിട്ടും അത് പരിഹരിക്കും. ഇങ്ങനെ എല്ലാ ആൾക്കാരെയും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ അവർ മൊത്തം എക്സസൈസ് ചെയ്യുന്നത്. ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകും. ഷിജോ, ഇന്ന് നടന്ന യോഗത്തിൽ ഉയർന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ജിൽസി, കഴിഞ്ഞ 3 ശനിയാഴ്ചയും സംസ്ഥാനത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസർ വിളിച്ചു ചേർത്ത രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ ഉന്നയിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ് ഇന്നത്തെ യോഗത്തിലും BJP ഒഴികെയുള്ള CPMഉം CPIയും UDFും മുസ്ലിം ലീഗും അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിച്ചത്. ഇതിനകത്ത് BLOമാർക്ക് മേൽ വലിയ തരത്തിലുള്ള സമ്മർദ്ദമുണ്ട്. എന്യൂമറേഷൻ ഫോം വിതരണവും അത് തിരികെ പൂരിപ്പിച്ച് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തരത്തിലുള്ള സമ്മർദ്ദം ഈ പറയുന്ന BLOമാർ നേരിടുന്നുണ്ട്. അത് അവരെ ഈ പറയുന്ന ഇപ്പോൾ യുദ്ധമൊക്കെ നടക്കുമ്പോൾ ചില ആളുകൾക്ക് ഇളവുകളൊന്നും ഉണ്ടാവില്ല. ആ രീതിയിലുള്ള സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അത് എന്തിനാണ് അങ്ങനെ സമ്മർദ്ദപ്പെടുത്തിക്കൊണ്ട് അവരെ ഇങ്ങനെ ചെയ്യിക്കുന്നത്? ഒരു തരത്തിലും ഇത് നീതീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല എന്നുള്ള കാര്യമാണ് BJP ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഈ യോഗത്തിൽ അറിയിച്ചത്. അതേസമയം സർവീസ് സംഘടനകളെ ഉപയോഗിച്ചുകൊണ്ട് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ തടയാൻ അല്ലെങ്കിൽ അതിനെ തകർക്കാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ള മറു ആരോപണമാണ് BJP ഉന്നയിച്ചത്. എന്തായാലും ഇതിനകത്ത് എല്ലാം കൃത്യമായി കേട്ട് മറുപടി നൽകിയ സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൽക്കർ പറഞ്ഞത് സംസ്ഥാനത്ത് എന്യൂമറേഷൻ ഫോമിന്റെ വിതരണം 99.5% പൂർത്തിയായിട്ടുണ്ട്. അതിൽ 26 ലക്ഷത്തോളം എന്യൂമറേഷൻ ഫോം BLOമാർ ഡിജിറ്റലൈസ് ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 100% ചില ഇടങ്ങളിൽ BLOമാർ ഈ പറയുന്ന എന്യൂമറേഷൻ ഫോം ഡിജിറ്റലൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് അപ്പോഴും 1,19,514 പേരെ ഈ പറയുന്ന അൺഐഡന്റിഫൈഡ് ഇവരെ കണ്ടെത്താൻ കഴിയാതെ അല്ലെങ്കിൽ മരിച്ചുപോയവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഫോം നൽകാത്ത ആളുകളുണ്ട്. അവരെ ട്രേസ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. എന്തായാലും ഈ പറയുന്ന അടുത്ത മാസം ഡിസംബർ 9-ാം തീയതിയോടുകൂടി കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്ന രീതിയിലേക്ക് തന്നെ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഇതിനകത്ത് കഴിഞ്ഞ ദിവസം മീഡിയ അടക്കം പുറത്തുവിട്ട ഒരു വാർത്തയുണ്ട്. ഇതിനകത്ത് ബന്ധുക്കളുടെ പേര് ചേർക്കുന്നതിനകത്ത് പല ആശയക്കുഴപ്പമുണ്ട്. ബന്ധുക്കളുടെ പേര് ചേർക്കാതെ ആളുകൾ പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം മീഡിയ അടക്കം വാർത്ത നൽകി ചൂണ്ടിക്കാണിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അവിടെ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കാം. അതിന് BLOമാർ കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എവിടെയാണെന്ന് ചൂണ്ടിക്കാണിച്ചാൽ മതി എന്നുള്ള കാര്യമാണ് ചീഫ് ഇലക്ടറൽ ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൽക്കർ പറഞ്ഞത്. ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്.